പിന്നെ എന്താ ചെറിയൊരു താങ്ക് യു. അച്ഛനും ഉണ്ട് കേട്ടാ. അപ്പൊ എങ്ങനെയുണ്ട് സിനിമ? അടിപൊളി. എന്നാ വീഡിയോ എടുക്കും എന്തല്ലോ പോസ്റ്റെല്ലാം കളിച്ചോണ്ടായിരുന്നു. അപ്പൊ എവിടെ പോകുന്നത് നമ്മ? സിനിമ ഡ്രസ് എടുക്കാൻ. അപ്പൊ നമ്മ കൊറേ നാളായി വിചാരിക്കുന്നു വാഴ 2 കാണാൻ പോണെന്ന്. അത് ഇതിനിടയ്ക്ക് ഫ്രണ്ട്സിന്റെ ഒപ്പം പോകാൻ വേണ്ടി തന്നെയാണ്. പിന്നെ പറഞ്ഞില്ല അമ്മേനെ അച്ഛനെയും കൂട്ടിയിട്ടേ പോകുന്നില്ലന്നല്ലേ. അപ്പൊ നമ്മ എല്ലാരും അപ്പൊ അതിക്കൂട്ടൻ ഇതിനിടയ്ക്ക് ഫ്രണ്ട്സിന്റെ ഒപ്പം പോയിട്ട് ഓന്റെ വിഷുക്കോടിയെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ ലോകൂട്ടനും വേണ്ട ലോകൂട്ടനും ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ആദ്യം സിനിമക്ക് കയറാച്ചിട്ട് രാവിലെ തന്നെ നമ്മൾ ഇടുന്ന് വിടുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നല്ല പൊരി വെയിലെല്ലാം ആകുമ്പോഴത്തേനും നമുക്ക് എല്ലാ പരിപാടിയും തീർത്തിട്ട് തിരിച്ചു വരണം. അപ്പം അനിയേട്ട റെഡി ആവുന്നുണ്ട്. വേഗം അമ്മയോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് വരാം. ഒരേ കാരപ്പൻ ചൂടല്ല, കറണ്ട് പോയി. അപ്പോൾ ഇന്ന് നമുക്ക് 1-2 ഓർഡർ ഉണ്ടായിട്ടാ. ഇന്ന് ഞാനും അമ്മയും രാവിലെ പൊലച്ചൊക്കെ എണീച്ച് ഇന്നലെ രാത്രി 12 മണിയല്ല ഇന്നലെ നമ്മൾ കൂട്ടുകൂട്ടിയിട്ട് കിടക്കുമ്പോൾ ഞാൻ 12 മണിയാകുമ്പോൾ എസ്കേപ്പ് ആയി അത്യാവശ്യം എല്ലാം സഹായിച്ചിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ ഒരു 5:30 ആകുമ്പോൾ തുടങ്ങിയ പണിയാണ്. ആദ്യത്തെ സെറ്റ് നമ്മൾ ചുട്ടിട്ട് കൊടുത്തു. രണ്ടാമത്തെ സെറ്റ് ഇതാ അമ്മ ചുട്ടിട്ട് ഏകദേശം 1:45 കറണ്ട് പോയിട്ടായില്ല കേട്ടോ. ഇവിടെ കുറച്ച് ചൂടാൻ ബാക്കിയുണ്ട്. അത്ര ചുട്ടുകൊണ്ട് നല്ല അടിപൊളി ഉണ്ണിയപ്പം ആയിട്ടുണ്ട്. പിന്നെ നമ്മ എന്നാ പോയിട്ട് വരട്ടാ സിനിമക്കും. പിന്നെ ലോഗുവിന് ഡ്രസ്സ് എടുക്കണം. പിന്നെ നിങ്ങൾ വരുന്നില്ല പറഞ്ഞോണ്ടല്ലേ, അല്ലെങ്കിൽ ഉച്ചക്കേത്തെ ഷോക്ക് പോവായിരുന്നു. അല്ല ഉച്ചക്കേത്തെ ഷോക്ക് പോവായിരുന്നില്ലേ? എന്നാ നമ്മ പോയിട്ട് ഡ്രസ്സെല്ലാം എടുക്കാം. ഉച്ചക്ക് ആകുമ്പത്തിന് നിങ്ങൾ അങ്ങോട്ട് വരുവാ. അപ്പം നിങ്ങൾ പോയിട്ട് വാ, ഞാനിപ്പം വരുന്നില്ല. കാരപ്പടം ചുറ്റിട്ട് കൊടുത്തിട്ട്. അപ്പം നമ്മൾ ഏതായാലും ബസ്സിനാണ് പോകുന്നത്. ഇപ്പം 9:20 ആകുമ്പം ബസ് വരും. ഈ കാരപ്പടം അച്ഛൻ കൊണ്ട് കൊടുക്കൂലേ? ഓക്കെ, എന്നാൽ ഞാൻ പോവാട്ടാ. ഭാഗ്യത്തിന് ടിക്കറ്റ് എടുത്തു. ശരിക്കൂട്ടാ എങ്ങനെയുണ്ടായിനി? സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ ഇട്ടായിട്ട്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും നല്ല സിനിമ കണ്ടിട്ട് അല്ലേ. അങ്ങനെ സിനിമയെല്ലാം കണ്ട് ലോഗോട്ടിലെ ഡ്രസ്സ് എടുത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഫുഡെല്ലാം കഴിച്ചു. അനിയത്തിയും വന്നിട്ടുണ്ടായിനി. ലാസ്റ്റ് നമുക്ക് കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ടായിനി കേട്ടോ. അപ്പോൾ വിഷുവിന് കണിയാക്കാനിലെ ഉണ്ണിയപ്പം ഓർഡർ അനുസരിച്ച് ചുട്ടെടുക്കുന്നുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ അത് പുതിയ അതിലെ കവറും കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ടായിനി. അപ്പോൾ പയ്യന്നൂർ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അടുത്തായിട്ട് ഒരു കടയുണ്ട്. അവിടെ വന്നിട്ടാണ് നമ്മൾ സ്ഥിരം വാങ്ങല് കേട്ടോ. അപ്പോൾ ഇവിടുന്നാകുമ്പോൾ നമുക്ക് വേണ്ടുന്ന A to Z സാധനമെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടും. പിന്നെ നമുക്ക് ഉണ്ണിയപ്പം പാക്കാക്കുന്ന സമയത്ത് കൈക്കിടാനുള്ള ഗ്ലൗസ്, പിന്നെ തലയിൽ വെക്കേണ്ട ക്യാപ്പ്, അത് കുറച്ചെണ്ണം വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ നമുക്ക് എന്തെങ്കിലും എഴുതി വെക്കാൻ ചെറിയൊരു നോട്ട് കുഞ്ഞൊരു ബുക്ക് അതും കൂടി വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഒരു ഗിഫ്റ്റ് പൊതിയാനുള്ള കവറും. അതെന്തിനാന്ന് സർപ്രൈസ് ആണ് കേട്ടാ. അപ്പോൾ എങ്ങനെയുണ്ട് സിനിമ? അടിപൊളി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സിനിമ കാണാൻ വരാത്ത അവിടെ എന്തിനു സിനിമ എങ്ങനെയുണ്ട് സിനിമ എന്ന് ചോദിക്കുന്നതെന്ന്. അപ്പോൾ ഒരാള് നമ്മളെ പറ്റിച്ചിട്ട് വന്നിട്ട് കേട്ടാ. നമ്മ അത്രയൊക്കെ ചോദിച്ചിട്ട് വരുന്നോ എന്ന്, എന്നിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മ രാവിലെ പോയിനി. പിള്ളേർ അതി പറഞ്ഞു അമ്മമ്മ വരുന്നില്ല, നമുക്ക് രാവിലെ പോവാം. അല്ല നിങ്ങൾ വരുന്നില്ല പറഞ്ഞോണ്ടാന്ന്. അല്ലെങ്കിൽ ഉച്ചക്ക് എളുപ്പോട്ടിയില്ലേ, ഉച്ചക്കത്തെ ഷോക്ക്. എന്നിട്ട് ഒരാളുണ്ട് വിളിക്കുന്നത്
ഞാനും ഗീതമ്മയും വരുന്നുണ്ട് 3 മണിക്ക് ബസ്സുണ്ട് 4:30 ഷോ ഉണ്ടായി. അപ്പൊ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ഇട്ടല്ലേ നമ്മളോട് പറയാണ്ട്. പിന്നെ ലൈറ്റ് ഒന്ന് വഴിക്കുന്നത് പിള്ളേരിലവിടെ പോയി ഞാൻ പിള്ളേർ സിനിമ കാണാൻ പോയി. എന്ത് സിനിമ ഞാൻ പറഞ്ഞു പിന്നെ വാഴ സിനിമ അത് വേണം ചേച്ചി നമുക്കും പോകാറുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് കറിയിലാവണം അത്ര എന്തെങ്കിലും വേഗം കറിയാക്കി മീൻകറിയിലാക്കിയിട്ട് ചോറ് വെച്ചിട്ട് ഞാനും പോയി. ഞാനും ഗീതിയും കൂടെ പോയി സിനിമ ഇട്ട് 7:15 സിനിമ ഇട്ടു. അതിന് ചെറിയ ഷോപ്പിംഗ് എല്ലാം നടത്തി. അപ്പൊ ഗീതമ്മ പറഞ്ഞാല് നമ്മളെ പാറൂസിന്റെ മൂത്ത മോളാന്ന് കേട്ടാ. എന്താ ഇവിടെ നിക്കുന്നുണ്ട്, വാ ഇങ്ങോട്ട്. ഇന്നലെ രാത്രിക്ക് അമ്മമ്മ വന്നു കേട്ടാ. എന്നെ വിഷു എല്ലാം കഴിഞ്ഞിട്ടേ പോവൂലു. എന്ത് ഇന്നേരം 3 ആന്തിനി ആന്തിനി വീടാരും എടുത്തിട്ട് പോകില്ല, തന്നെ ഉണ്ട്. അപ്പൊ ഇന്ന് തൊട്ട് ഇത് വിഷുവിന്റെ തലേന്നാണ് കേട്ടാ. അപ്പൊ ഇന്ന് തൊട്ടിട്ട് നമ്മളെ ഉണ്ണിയപ്പത്തിന്റെ ഓർഡർ തുടങ്ങിയാണ്. ഇന്ന് കുറച്ച് ഓർഡർ ഉണ്ട്. എല്ലാം നമ്മളെ വീഡിയോ കാണുന്ന ഇന്നലെ ഓൾറെഡി നമ്മ കാണിച്ചല്ല വീഡിയോയില്. അപ്പൊ ഇന്നും പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ തന്നെ 2-3 പേര് വിളിച്ചിട്ടുണ്ടായിന്. അവർക്ക് കുറച്ചാടെ ഞാൻ ഇതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയിലെ ചൂടുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 10-10:30 ആകുമ്പോൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അതിന് മുന്നായിട്ട് ചോറിൻ്റെ പരിപാടിയെല്ലാം നോക്കാം. ഇന്ന് മൊത്തം തിരക്കന്നെ ആയിരിക്കും അല്ലേ. വൈകുന്നേരം ആകുമ്പം ഗീതമ്മയും വരും. വേറെ അമ്മേൻ്റെ മൂത്ത മോളിനകത്ത് ഞാൻ പറഞ്ഞിട്ട് അമ്മേൻ്റെ അപ്പുറം സിനിമ കാണാൻ പോയി അമ്മേൻ്റെ കമ്പനി. അപ്പോൾ നാളെ സംക്രമത്തിന് പിന്നെ നമ്മ ഉണ്ണിയപ്പത്തിന് കുറേ ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ചൂടായുണ്ട്. ഇപ്പം തന്നെ എത്ര ആയി എന്ന് ശരിക്കും നോക്കണം അത്ര അമ്മ. എന്തായിട്ട് ഒരു 3000-ൽ കടന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എണ്ണി നോക്കിയിട്ട് വരുമ്പോൾ സാധനവും വാങ്ങണം. എനിക്ക് കാങ്കോന്ന് വാങ്ങിയാൽ പോരെ. പച്ചരി അന്ന് കുറച്ച് നമ്മൾ പയ്യന്നൂർ പോയ വാങ്ങി. ബാക്കിയുള്ള സാധനങ്ങളും ഇനി വാങ്ങാനുണ്ട്. പിന്നെ കൊണ്ടു കൊടുത്തിട്ട് വരുമ്പം വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അമ്മമ്മയും ഗീതമ്മയും എല്ലാവരും നമ്മളെ സഹായിക്കാനുണ്ട്. അമ്മമ്മ കഴിഞ്ഞാലും നമ്മളെ നിശ്ചയം ഉണ്ടായിന് കേട്ടാ. പിന്നെ വസന്തമ്മ ഇടാട്ടായില്ലേ വിഷുവിന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവില്ല. എന്താ വെച്ചാൽ അവിടെ നമ്മളെ മല്ലിയൂട്ടില്ലേ, അവിടെ വിഷുവിൻ്റെ അന്നാണ് തെയ്യം കൂടുന്നത്. അപ്പോൾ അവിടെ തെയ്യം കൂടുമ്പോൾ അങ്ങനെ വരാൻ വേണ്ടി പറ്റൂല. കഴിഞ്ഞാലോ സുഖമില്ലാത്തതുകൊണ്ട് വിഷുവിനെല്ലാം നമ്മളെ ചേർത്തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇപ്രാവശ്യം അടയായില്ലേ. പറ്റിയെങ്കിലൊന്ന് പോകണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ഇന്ന് അതിനൊരു ഓർഡർ ഉണ്ട്, അത് കൊണ്ടുകൊടുക്കാൻ പോയാൽ പറ്റിയെങ്കിലൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആവുമെന്നറിയില്ല, ആവുമെങ്കിൽ പോകണം. ഇന്ന് ഇപ്പോൾ ഈ ഓർഡർ എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇന്ന് വേറെ തിരക്കൊന്നുമില്ല അല്ലേ. ഇന്ന് നമുക്ക് കുറച്ച് വീട്ടിലത്തെ എല്ലാം ഒതുക്കി പറക്കി വെക്കലും അങ്ങനെയുള്ള പരിപാടി. പിന്നെ നമ്മൾ തിരക്കില്ലായില്ല. നാളെ രാവിലെ കുറച്ച് ചുടണം. അപ്പോൾ അതിൻ്റെ കൂട്ടുള്ള കൂട്ടി വെക്കണം. അത് രാത്രിക്കല്ലേ കൂട്ടുകൂട്ടലും. അപ്പോൾ ഇന്ന് ഉച്ചക്കേക്കിൻ്റെ പരിപാടിയെല്ലാം നോക്കട്ടെ. പാറൂസേ പറയാത്തെ ഒന്നും പറയാനില്ല. എല്ലാവരോടും ഹാപ്പി വിഷു, വിഷു അഡ്വാൻസ് ബോൺസ് എല്ലാം ഇങ്ങോട്ട് അയച്ചാ കൈ നീട്ടം വേണം. കൈനീട്ടം വേണം. കൈനീട്ടം വേണല്ലേ. വിഷുവിന് കൈനീട്ടം തന്നെ അല്ലേ. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം കൊണ്ടു കൊടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ലേഗുസേ ഇങ്ങോട്ടൊക്കെ. അമ്മ പറയുന്നത് അമ്മേനെ കാണിക്കണ്ട, അമ്മ ഇങ്ങനെ കോസ്റ്റ്യൂമെല്ലാം മോശമാണ്. പിന്നെ ഉണ്ണിയപ്പം ചൂടുമ്പോ പട്ട് സാരി എടുത്തിട്ട് നിൽക്കാനായിരിക്കും പറ്റൂലല്ലോ. ഇങ്ങോട്ടൊക്കെ ഇതാ എങ്ങനെയുണ്ട്. ഇങ്ങോട്ട് ഇതാ രസമുണ്ടാ. പക്ഷെ എന്റെ തടിച്ച ചങ്കിന് രസമില്ല. ഇതൊക്കെ മാല ഞാൻ പറഞ്ഞേ. മാലനെ ഞാൻ പറയുന്നത് അത് അങ്ങനത്തെ കളർ തന്നെ. അമ്മ ചേച്ചി ഇത് കരിക്കട്ടെ ആയതാന്ന്. അല്ല ഇത് ഇന്നലെ പൈനൂര് പോയാലും വാങ്ങിയതാണ്. രസമുണ്ടോ പാറൂസേ? എന്ത് രസമില്ല കിട്ടാണെങ്കിൽ രസമായി. എന്നാ പിന്നെ അതാ നമ്മളെ ഉണ്ണിയപ്പല്ലിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടാ. വരുമ്പോ സാധനം വാങ്ങണ്ടേ? ഇനി അത് 75 എന്താ 4500 മേലെ ആയിട്ടോ ഓർഡർ. സ്റ്റോപ്പ് ചെയ്യാല്ലേ? സ്റ്റോപ്പ് ചെയ്യാ. ഞാൻ 13-ാം തീയതിക്കുള്ളിൽ എല്ലാരും പറയണമെന്ന് പറഞ്ഞിനി. തന്നെ 4500. വിഷുവിനല്ലേ 200 കൂട്ടാണ്ട്. വിഷുവിനും നമുക്ക് ഓർഡർ ഉണ്ട് കേട്ടോ. വിഷു ആയിരുന്നു ഓർഡർ ഉണ്ട് 200 എണ്ണത്തിന്. അത് കൂടാണ്ട് ഇപ്പം തന്നെ 4600 എണ്ണത്തിനായി. ഞാൻ ഇപ്പം എണ്ണി നോക്കി.
അയ്യായിരം ആകുമ്പോ സ്റ്റോപ്പ് ചെയ്യാ അല്ലേ? എന്നാ പിന്നെ വരുമ്പോ സാധനം പണിക്കേണ്ട ലിസ്റ്റും കൂടി തന്നെ. അങ്ങനെ ഞാൻ അഡാട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ പയ്യന്നൂരിന്ന് എന്തായിട്ട് ഇങ്ങോട്ട് വരാന്ന് തന്നെ വിചാരിച്ചിട്ടാണ് വന്നിന് വീട്ടിൽ നിന്ന്. ഞാൻ എന്നിട്ടാകുമ്പോ പയ്യന്നൂരിന്ന് അവിടെ പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിക്കുമ്പോ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ഏച്ചിനെ കണ്ടു. അവർക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങളെ നല്ലവണ്ണം അറിയാം. എന്നിട്ട് അവര് ടെക്സ്റ്റൈൽസ് കയറിയിട്ടുണ്ടായിനി. അപ്പൊ നിങ്ങളെ കണ്ടിനി. എന്നിട്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ വസന്തമ്മേനെ നമ്മ അവിടെ കണ്ടിനി. ഞാൻ അഡാട്ടേക്ക് പോവാൻ നിൽക്കിയതോ അമ്മ ടൗണിലേക്ക് വന്നിട്ടായില്ല. എന്നിട്ട് ഞാൻ എന്നിട്ട് ആവുമ്പോ നേരെ സൂര്യ സിൽസിലേക്ക് പോകുമ്പോണ്ട് അമ്മയെല്ലാം വാങ്ങിയിട്ട് ഇറങ്ങിയിട്ട് വരുന്നത്. അങ്ങനെ അമ്മേനെ ഒരു ഓട്ടോ കയറ്റി വിട്ടിട്ട് ഞാനും നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തുണ്ട് വെക്കേഷനെല്ലാം അടിപൊളിയായിരുന്നാ? അപ്പൊ ഞാൻ ഓർഡർ ഉണ്ടായതുകൊണ്ട് പിന്നെ പിള്ളേരൊന്നും കൂട്ടിയിട്ടാ വന്നാടും അലോകേട്ടനെ കൊടുത്തു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ നേരെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അമ്മേനെ കാണാണ്ട് ശശിയാവണ്ടി. എനക്ക് ഒന്നാമത് കുറെ നേരം നിൽക്കാൻ സമയമില്ല. പോയിട്ട് ഇനി വേറെയും ഓണക്കുന്നിലേക്ക് ഓർഡർ ഉണ്ട്, അത് കൊണ്ടു കൊടുക്കാൻ പോണം. അപ്പൊ അതുകൊണ്ട് അമ്മേനെ കാണാൻ പറ്റി. അവിടുന്ന് കണ്ടു. ഇപ്പൊ വീട്ടിലേക്ക് എന്തായിട്ടും വരണം. എൻ്റെ കയ്യിൽ മറ്റേ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. ഉണ്ണിയപ്പം ഇതാണ് കണിയൊക്കെ. Thank you very very much. താങ്ക് യു. പിന്നെ എന്താ ചെറിയൊരു Thank you. Happy Vishu. ഹാപ്പി വിഷു. Thank you. കൈ നീട്ടാൻ ചെറുപ്പം ഞാൻ വല്യമ്മക്ക് വിഷുവിന് തിരക്കായോണ്ട് വരാൻ പറ്റിയില്ല കേട്ടാ. അതുകൊണ്ട് ചോറിക്ക എല്ലാം തിന്നാണേ. അപ്പം നമ്മൾ ചോറ് കഴിക്കലായി കേട്ടാ. ഷൈനാനീൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ പൊരിച്ചത് ഉണ്ട് കേട്ടാ. ഇറക്കളിയിൽ കുന്ന് പൊരിച്ചത്. പിന്നെ ചിക്കൻ ഉണ്ട്, എന്താ കൊടോരിക്ക വറവുണ്ട്, നല്ല ചെമ്മീൻ കറിയും ഉണ്ട് കേട്ടാ. എന്നാ പിന്നെ അമ്മ ഞാൻ പോവാ. ഹാപ്പി വിഷു അഡ്വാൻസ്. എല്ലാവർക്കും ഹാപ്പി വിഷു പറഞ്ഞു. വിഷു എല്ലാവർക്കും എന്റെ വക. പോട്ടാ ഇല്ലമ്മ. എന്നാ പിന്നെ അങ്ങനെ കേട്ടാ. കത്തിച്ച് പോവാ. അപ്പൊ ഞാൻ പോയിട്ട് വരുമ്പോ എന്റെ ലേഗൂസ് ഇതാ നല്ല കപ്പയെല്ലാക്കിട്ട് കാത്തിക്കുന്നുണ്ട്. അമ്മ പഞ്ചറായടോ. പയ്യന്നൂര് നല്ല തിരക്കുണ്ട്. അപ്പൊ അമ്മ നാളേക്കില്ല വിറകെല്ലാം ഇവിടെ കൊത്തിക്കീറി ഇട്ടിട്ടുണ്ട്. കപ്പയുടെ നമ്മ നമ്മളെ തന്നെ ഉണ്ടായിനാ ഉണ്ടായി. ഇന്ന് വെക്കാണ്ട് 2 എടുത്ത് വെച്ചിട്ടുണ്ടോ? നല്ല വെയിൽ കൊണ്ട് ഉണങ്ങി ആയില്ലേ. പലഹാരെല്ലാം കൊടുത്ത് അതിലെല്ലാം ഇടാട്ട് പോയി അമ്മേനെല്ലാം ഒന്ന് കണ്ട് തിരിച്ച് വരുമ്പോൾ നാളത്തേക്കുള്ള കാരപ്പത്തിനുള്ള സാധനമെല്ലാം വാങ്ങി. അപ്പം ഞങ്ങൾക്ക് എല്ലാം കൂടി എടുത്തിട്ട് വരാൻ കഴിയുന്നില്ല. അപ്പം അച്ഛനും വന്നു അടുത്തേക്ക്. അപ്പം എല്ലാം എടുത്തിട്ട് വന്നു. പിന്നെ ഒരു ഓർഡറും കൂടി കൊടുക്കാണ്ടായിന്. അത് ഓണക്കുന്നിൽ കൊണ്ട് കൊടുത്ത്. വണ്ടിക്ക് ചെറിയൊരു പണി, ബ്രേക്കില്ല. അപ്പം നാളെ കുറേ ഓടേണ്ടില്ലേ കൊണ്ട് കൊടുക്കാനല്ലോ. അന്നേരം ബ്രേക്ക് ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പം അതെല്ലാം ഒന്ന് ശരിയാക്കി മീനും മേടിച്ച് നേരെ വീട്ടിലെത്തി. ചെറിയ ചെമ്മീല്ലേ? ലേഗൂസിന് ഞാൻ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. കാണിച്ചു ആടോ. ലേഗൂസിന് അച്ഛനും ഉണ്ട് കേട്ടാ. വിഷുക്കൊടിയല്ലേ? ചുരിദാർ ഓൾറെഡി കുറേ അന്നേ എത്തിക്കുന്നു. എല്ലാരും വകയായിട്ട് എപ്പൊക്കെ തർത്താനേ പറയും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇല്ലല്ലോ. ഇന്നലെ തുടങ്ങിയതാണ്. ഇനി നാളെ വെച്ചാൽ വീഡിയോ എടുക്കാറുണ്ടാവുമെന്ന് അറിയില്ല, അത്രയും തിരക്കാണ്. ഇനിയിപ്പോ ഇന്ന് രാത്രി മുതലേ തുടങ്ങണം അതിലെ ഒരുക്കങ്ങളെല്ലാം. അപ്പൊ നാളെയും പിന്നെ മറ്റന്നാൾ വിഷുവിൻ്റെ ഒന്നും ചെറിയൊരു ഓർഡർ ഉണ്ട്. അപ്പൊ
നമ്മള് ഇന്നത്തെ വിശേഷം ഇത്രയെല്ലാമാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ അമ്മ പയ്യടുത്ത് കുറേ ആൾക്കാരെ കാണാൻ പറ്റി. എല്ലാരും വന്ന് വർത്താനം പറഞ്ഞ് എല്ലാരും ഭയങ്കര സന്തോഷമായി. ഇന്നലെ ഞാൻ കണ്ടില്ല പറയാ. അപ്പൊ ഇന്നലെ വൈകുന്നേരം നമ്മൾ പോയിട്ട് ടൗണിൽ അന്നേരവും കണ്ടിനി, ഇന്നും കണ്ടു. എല്ലാരും വന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടാ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.